ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. അവർ അത് നിരസിക്കുന്നു. ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ, നന്ദു ചേട്ടനല്ലേ? നന്ദു പൊതുവാൾ. പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ അതല്ല ഉദ്ദേശം. ഹൂ ഈസ് ഹി? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. പിന്നെ വല്ലതും പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചാൽ തിരിച്ചോളാം ഞാൻ. എനിക്ക് ജലദോഷമുള്ള അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളൻ, ഹീസ് മെന്റലി അൺസ്റ്റേബിൾ, ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അയാള് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളിൽ തട്ടിയിട്ട് പോവാണ്. നീ ആരാ മോനെ, ഏത് വകുപ്പാ? അത് നന്ദുചേട്ടൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ നന്ദുചേട്ടന്റെ ടെൻഷൻ ഇതാണ്, എടാ ഞാൻ ഇനി വല്ലതും തിരിഞ്ഞ് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതാവറ്. കാരണം എന്നിട്ട് പുള്ളി അവനെന്തോ തിരിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നന്ദുചേട്ടന് എന്ത് മാഫിയ? സിനിമാ നടന്മാർ അഹങ്കാരികളാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. നിത്യ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട്, എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ് അവനെ കൊന്നിട്ട്. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവര് ഫോൺ നമ്പർ മാറ്റി പോയാണ്. അവര് എത്രയോ ഫോണുകള് ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിന്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത്? എന്നിട്ട് അവര് നിരസിച്ചു എന്നുണ്ടെങ്കിൽ ഇവൻ ഒരു ദിവസം ആസിഡ് എടുത്തുകൊണ്ടെന്ന് ഒഴിച്ച് എന്ത് ചെയ്യും? ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം, അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. ആര് ഉത്തരവാദിത്വം പറയും? അപ്പൊ ആ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും? ഈശ്വര പരീക്ഷിക്കല്ലേ, അത് ഒരു പരിധി വരെ ശരിയാ. അയ്യോ, ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുവോ, ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയത്തിലല്ലേ. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി, നീ കാണിച്ച് വിവരക്കേടാ. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു.